അന്ന് കുറെ ചില വീക്ക്ലീസ് എഴുതുമായിരുന്നു. നമുക്ക് ഈ പടം വളരെ മോശമാണ് അത് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതുമായിരുന്നു വീക്ക്ലീസ്. ഇന്നത് ഡെയിലി വേജസിൽ ആൾക്കാർ എഴുതുകയാണ്. നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പറഞ്ഞാൽ അത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ ഹാനികരിക്കുമെന്ന് പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കും. എന്തിനാ അത് നമ്മൾ പറയാൻ പോകുന്നത്? അവർ വിമർശിച്ചോട്ടെ, അവർക്ക് അത് അവരുടെ ഇതല്ലേ, അവരുടെ അഭിപ്രായം പറയാം. പക്ഷേ ഒരു സിനിമ ഇൻഡസ്ട്രിയിൽ ഒരു സംഭവം ചെയ്യുമ്പോൾ ബാധിക്കുന്നത് അതിന്റെ പിറകിൽ നിൽക്കുന്ന കുടുംബത്തിനെയാണ്. ഇതിനകത്ത് ഓരോ ആൾക്കാരും വർക്ക് ചെയ്ത് ഒരു പടം വിജയിക്കാൻ വേണ്ടിയില്ലേ ആ സിനിമയുടെ ഫസ്റ്റ് തൊട്ട് അതിൻ്റെ ലാസ്റ്റിൽ ഒരു പോസ്റ്റ് ഒട്ടിക്കുന്ന ആൾക്കാർ വരെ വിചാരിക്കുന്നു. ഇപ്പോൾ 2ാമത്തെ വാരം അല്ലെങ്കിൽ 25ാം ദിവസം അല്ലെങ്കിൽ 10ാമത്തെ ദിവസം വരെ അടുത്ത പോസ്റ്റ് വരേണ്ടതാണ്. അപ്പോൾ അവർക്ക് ആ പോസ്റ്റ് ഒട്ടിച്ച് അവർക്ക് കാശ് കിട്ടണം, അല്ലേ? അവർക്കൊരു വരുമാനമാണ്. അപ്പോൾ 2ാമത്തെ ദിവസമേ അതിനെ ഫ്ലോപ്പാക്കി കഴിഞ്ഞാൽ പിന്നെ അത് ഒരിത് അവരുടെ ആ ഇൻഡസ്ട്രി അത് മറക്കുന്നു പലരും. സിനിമ എന്ന് പറഞ്ഞാൽ ഈസി ആയിട്ട് വിമർശിക്കാം. ഇവർക്കൊക്കെ ഈസി ആയിട്ട് കണ്ട ഒന്നാമത് ഒരു വിമർശിക്കുന്ന പറഞ്ഞാൽ അവർ ഫോക്കസ് ചെയ്തിട്ടാണ്. നമുക്കറിയാതെ ആരെ ഫോക്കസ് ചെയ്തു, അതെ, ആരെയാണ് ഇതിന് വിമർശിക്കുക. ഇപ്പൊ എന്നെയാണെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല, ആരെന്ത് വിമർശിച്ചാലും ഞാൻ ഓക്കെ പറയും. എന്നാൽ അവരെടുത്തോട്ട് കൈ കൊടുക്കും, മോനെ ഈ നാളെ ഇങ്ങനെ പറയുന്നത്. അത് എനിക്കത് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഒരു ആർട്ടിസ്റ്റ് വലിയ വലിയ ആർട്ടിസ്റ്റുകളെ ഇങ്ങനെ ചെയ്യുമ്പോൾ അവരെ ഇങ്ങനെ ഡീഗ്രേഡ് ചെയ്യാന്ന് പറഞ്ഞാൽ വലിയൊരു വിഷമം തോന്നിയിട്ടുണ്ട്. അത്രേ ഉള്ളൂ. സാറേ ചോദിച്ചോണ്ട് ഞാൻ ചോദിക്കാം, പൊതുവെ ലാലേട്ടനെ അങ്ങനെ ഒരു ടാർഗറ്റ് ചെയ്യുന്നതെന്നോ അങ്ങനെ അത് ഭയങ്കരമായിട്ട് കാണുന്നുണ്ട്. അത് എന്താണ് പിടിയൊന്നും കിട്ടുന്നില്ല. അദ്ദേഹം എന്ത് ചെയ്തിട്ടാണ് ഇത്രയും പ്രശ്നം ഉണ്ടാകുന്നതും കാണുന്നില്ല. അദ്ദേഹത്തെ ഇങ്ങനെ വിമർശിക്കുക എന്ന് പറഞ്ഞാൽ ഒരു സൈഡിൽ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആൾക്കാരും ഒരുപാട്, അവരും പതറിപ്പോവാണ്. അത് പ്രത്യേക ഒരു മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാരാണ് ഇത് ചെയ്യുന്നത്. അത് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല എന്താണ് ചെയ്യുന്നത്. അവരുടെ ഒരു തൊഴിലാണെന്ന് തോന്നുന്നു. അവർ സന്തോഷിക്കുന്നു, ബാക്കിയുള്ളവർ കുറച്ച് വിഷമിക്കുന്നു. അത്രേ ഉള്ളൂ. എന്തായാലും മാറി വരും, ഉറപ്പല്ലേ? വിട്ടുപോയി. അതെ. ഇപ്പം നമ്മുടെ കാപ്പ സിനിമയിലെ വന്നപ്പം ഭയങ്കരമായിട്ട് മറ്റേ ഗുണ്ടബിനു, ഗുണ്ടപ്രമീള, അതിന്റെ ട്രോളുകൾ ഒരുപാട് വരുന്നുണ്ടല്ലോ. സാർ ഇതൊക്കെ കണ്ടായിരുന്നോ? ഞാൻ കണ്ടു, ഇഷ്ടംപോലെ കണ്ടു. ഞാൻ സന്തോഷിച്ചിരിക്കുകയാണ്. ഒന്നാമത് ആ രീതിയിൽ എടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ നമ്മളൊരു ഗുണ്ട എന്ന് പറയുമ്പോൾ അവർ പക്ഷേ ഈ തെലുങ്ക് ഫിലിമിലും മറ്റേ തമിഴ് ഫിലിമിലൊക്കെ പറഞ്ഞ ഭയങ്കര ആൾക്കാർ, ആചാനുബാഹുക്കാർ ആൾക്കാരാണെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ പറയുന്നത്. ഇതിപ്പോൾ ഗുണ്ടകൾ എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളാണ്. നമ്മൾ പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് ഈ ഗുണ്ടകൾ എന്ന് പറയുമ്പോൾ ഇത്ര ഉള്ള 18 നരുന്തുകളാണ്. നമ്മൾ ഒരിക്കലും ഇവർ കയറി വെട്ടുന്നോ ഇവർ കൊല്ലുന്നോ അറിയത്തില്ല. അങ്ങനത്തെ ഗുണ്ടകൾ അവർ കണ്ട് പരിചയമില്ലാത്തതുകൊണ്ടാണോ എന്താണെന്ന് എനിക്ക് പിടിയില്ല. എന്ന് പറഞ്ഞാൽ ഈ കുട്ടിയല്ല നിയന്ത്രിക്കുന്നത്, ബിനു എന്ന് പറയുന്ന കുട്ടിയല്ല നിയന്ത്രിക്കുന്നത്. അവൾ വഴി അവളെ വച്ചിട്ട് ആദ്യത്തെ ഡയലോഗ് വരെ പറഞ്ഞിട്ടുണ്ട്. അവളെ വച്ചിട്ട് ആ ക്യാരക്ടറിനെ വെച്ചിട്ട് വേറെ ആൾക്കാർ കളിക്കുകയാണെന്ന് അവൾ പറഞ്ഞിട്ടുള്ളതാണ്. ആ സിനിമ ഫോളോ ചെയ്യുമ്പോഴേ അറിയാം. എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സീനിൽ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഫസ്റ്റ് സീനിൽ ഒരു ട്രോമ വർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ എന്താണ് സംഭവം. സെക്കൻഡിൽ അവർ വന്ന് ഫ്ലാറ്റിൽ ഇറങ്ങുമ്പോൾ ആ പോലീസിന്റെ ജീപ്പ് കണ്ട് അവളൊന്ന് പതറുന്നു.